നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് ബി ജെ പിയിലെ അദ്ദേഹത്തിന്റെ എതിരാളികൾ എപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട്. എങ്ങനെ വീണാലും അദ്ദേഹം നാല് കാലിലാണ്. കാരണം രാജീവ് ചന്ദ്രശേഖർ മിടുക്കനായ ഒരു ബിസിനസ്സുകാരനാണ്. അതുകൊണ്ട് തന്നെ ഏത് കളിക്കിറങ്ങിയാലും അതിൽ ലാഭം മാത്രം കാണുന്നയാളാണ് അദ്ദേഹം. കന്യാസ്ത്രീകളുടെ അറസ്റ്റും അതേ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും അവസാനം അവർക്ക് ജാമ്യം കിട്ടി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതും രാജീവ് ചന്ദ്രശേഖരന്റെ വലിയ വിജയമായാണ് ബി ജെ പിയിലെ അദ്ദേഹത്തിന്റെ ആരാധകർ ഇപ്പോൾ കൊണ്ടാടുന്നത്. വളരെ തന്ത്രപൂർവ്വം ഈ പ്രതിസന്ധിയെ തനിക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞുവെന്നാണ് ബി ജെ പിയിലെ അദ്ദേഹത്തിന്റെ അനുകൂലികളും ആരാധകരും ഒരേ സ്വരത്തിൽ പറയുന്നത്. കാരണം രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം വലിയ ഒരു പ്രതിസന്ധിയായിരുന്നു ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റ്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ബി ജെ പിയുമായി അടുത്തടുത്ത് വരികയായിരുന്നു. അപ്പോഴാണ് അശനിവാദം പോലെ ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് നടന്നത്. മതപരിവർത്തന നിയമം ഉപയോഗിച്ച് മനുഷ്യക്കടത്തിന്റെ പേരിൽ ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു 9 ദിവസം ജയിലിലാക്കി. ഛത്തീസ്ഗഡ് സർക്കാരാവട്ടെ കടുംപിടുത്തമായിരുന്നു. ഒരു കാരണവശാലും ഈ കന്യാസ്ത്രീകളെ പുറത്തുവിടില്ല എന്നുള്ളത്. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ ഈ പ്രതിസന്ധിയെ തനിക്ക് അനുകൂലമാക്കിയെടുക്കാനുള്ള സകല കരുക്കളും നീക്കി. കേരളത്തിലെ കത്തോലിക്ക ബിഷപ്പുമാരെ നേരിട്ട് കണ്ട രാജീവ് ചന്ദ്രശേഖർ അമിത്ഷായെ ഇടപെടിപ്പിച്ചു പോലും ഞാൻ ഈ കന്യാസ്ത്രീകളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് അവർക്ക് വാക്ക് കൊടുത്തത്രേ. ആ വാക്കിൽ ഏറെക്കുറെ എല്ലാ കത്തോലിക്ക ബിഷപ്പുമാരും വീണു. അതുകൊണ്ടാണ് പാമ്പ്ലാനി പിതാവ് പറഞ്ഞത് ഈ കന്യാസ്ത്രീകളെ വിട്ടയക്കാൻ ഇടപെട്ട അമിത്ഷായ്ക്ക് നന്ദിയെന്ന്. കാരണം തൻ്റെ സ്വാധീനം അമിത്ഷായുടെ അടുത്തും മോദിയുടെ അടുത്തുണ്ടെന്നും കേരളത്തിലെ മറ്റ് ബ്ലാ ബ്ലാ ബി ജെ പി നേതാക്കളെ പോലെ അല്ല താനെന്നും ഒരു നാഷണൽ ഫിഗർ ആണെന്നും തനിക്ക് സ്വാധീനമുണ്ടെന്നും അതുകൊണ്ട് താൻ പറഞ്ഞാൽ മോദിയും അമിത്ഷായും കേൾക്കുമെന്നും കത്തോലിക്ക ബിഷപ്പുമാരെ വിശ്വസിപ്പിക്കാൻ ഈ രാജീവ് ചന്ദ്രശേഖറിന് സാധിച്ചു എന്നാണ് ബി ജെ പിയിലെ അദ്ദേഹത്തിന്റെ എതിരാളികൾ പോലും പറയുന്നത്. അതുകൊണ്ടാണ് പ്രതിസന്ധിയെ തനിക്ക് അനുകൂലമാക്കിയെടുത്ത ഒരു നേതാവ് എന്നുള്ള പട്ടം ഇപ്പോൾ അദ്ദേഹത്തിന്റെ അനുയായികളും ആരാധകരും രാജീവ് ചന്ദ്രശേഖറിന് ചാർത്തി കൊടുക്കുന്നത്. അത് എങ്ങനെ വീണാലും നാല് കാലിൽ എന്നുള്ള ഒരു അർത്ഥത്തിലുള്ള വാചകമാക്കി അദ്ദേഹത്തിന്റെ എതിരാളികൾ മാറ്റുന്നുമുണ്ട്. ഏതായാലും ഒരു കാര്യം ശരിയാണ്, രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യത്തിൽ അതിശക്തമായി ഇടപെട്ടിരുന്നു. തന്റെ രണ്ട് ഏറ്റവും വിശ്വസ്തരായ ബി ജെ പി നേതാക്കളെ അനൂപ് ആന്റണിയെയും ഷോൺ ജോർജിനെയും ഛത്തീസ്ഗഡിലേക്ക് വിടുക മാത്രമല്ല താനും കൂടി അതിന് പുറകെ ചെന്നു. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ കണ്ടു, ഛത്തീസ്ഗഡ് ബി ജെ പി നേതാക്കളെ കണ്ടു. ഇവരെ ഇറക്കാനുള്ള, ഈ കന്യാസ്ത്രീകളെ ജയിലിൽ നിന്ന് ഇറക്കാനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഏകോപിപ്പിച്ചു എന്നാണ് കേരളത്തിലെ അദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്ന ബി ജെ പി നേതാക്കൾ പറയുന്നത്. ജോർജ് കുര്യൻ, കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് പോലും ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാതിരുന്നപ്പോൾ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ സാധിക്കാതിരുന്നപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ട് കാര്യങ്ങൾ ഭംഗിയാക്കി. ഈ കന്യാസ്ത്രീകളെ ജയിലിൽ നിന്ന് ഇറക്കുമെന്ന് മാത്രമല്ല NIA കേസ് അവരുടെ പേരിൽ ഉണ്ടാവില്ല എന്നുള്ള സൂചനയും കത്തോലിക്ക ബിഷപ്പുമാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഈ കന്യാസ്ത്രീകളുടെ കുടുംബാംഗങ്ങൾക്കും നൽകാൻ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞുവെന്ന് ചില ക്രൈസ്തവ നേതാക്കൾ നമ്മളോട് പറയുകയുണ്ടായി. ഏതായാലും ഇക്കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഒരു വിജയമായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ആരാധകർ പറയുന്നത്. കാരണം കേരളത്തിൽ ഒരു ബി ജെ പി നേതാവ് വിചാരിച്ചാലും അമിത്ഷായെ കൊണ്ടോ മോഡിയെ കൊണ്ടോ ഈ കന്യാസ്ത്രീകളെ ജയിലിൽ നിന്ന് വിടിയിപ്പിക്കാൻ കഴിയില്ലായിരുന്നു. രാജീവ് ചന്ദ്രശേഖരനെ മോദിയും അമിത്ഷായും വിലമതിക്കുന്നത് പോലെ കേരളത്തിലെ മറ്റ് നേതാക്കളെ, മറ്റ് ബി ജെ പി നേതാക്കളെ ഒന്നും അവർ വിലമതിക്കില്ല. അവർ കൊടുക്കുന്ന എന്തെങ്കിലും നക്കാപ്പിച്ചായി വാങ്ങിച്ച് പോകാമെന്നുള്ളതല്ലാതെ കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിൽ അങ്ങനെ വോയിസ് ഒന്നുമില്ല. എന്നാൽ താൻ അത്തരക്കാരനല്ല. താൻ പറഞ്ഞാൽ മോദിയും അമിത്ഷായും ബി ജെ പി നേതൃത്വം കേൾക്കുമെന്ന് വരുത്തി തീർക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞു എന്നത് നിസ്സാര കാര്യമല്ല എന്നാണ് അദ്ദേഹത്തിന്റെ ആരാധകർ പറയുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ എതിരാളികളും അത് അംഗീകരിക്കുന്നുണ്ട്. എങ്ങനെ വീണാലും നാല് കാലിൽ എന്നുള്ള ഒരു വാചകത്തിലൂടെ അതിനെ ലഘൂകരിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ ഇടപെടൽ കത്തോലിക്ക സഭയ്ക്കും ക്രൈസ്തവ സഭകൾക്കും ഒക്കെ ബോധ്യമായി അദ്ദേഹം എത്രക്കണ്ട് പവർഫുള്ളാണ്, എത്രയ്ക്ക് സ്വാധീനം മോദിയുടെയും അമിത്ഷായുടെ അടുത്തുണ്ടെന്നുള്ള അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, ഈ ക്രൈസ്തവ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിജയം.